കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി NIA ഒരു 2 ദിവസത്തെ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. തീവ്രവാദവുമായി ബന്ധപ്പെട്ട് 2 ദിവസമായി നടന്നു വരുന്ന സെമിനാറിന്റെ ഉദ്ഘാടനമാണ് ശ്രീ അമിത്ഷാ നിർവഹിച്ചത്. ആ ഒരു സെമിനാറിന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ട് അമിത്ഷാ പറഞ്ഞത്, നമ്മളുടെ രാജ്യം ഒരു 360 ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കുകയാണ്. ഉടൻ തന്നെ ആ പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടാകും. എന്താണ് ഈ 360 ആക്രമണം എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അതിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. മറ്റ് കുറച്ച് കാര്യങ്ങൾ മറ്റു ചില മാധ്യമങ്ങളും സോഴ്സുകളും വഴി നമ്മൾ ശേഖരിക്കുകയുമുണ്ടായി. എന്താണ് ഈ 360 ആക്രമണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് അനവധി പോലീസിന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അത്തരത്തിലെ പ്രധാനപ്പെട്ട 21 ഇടങ്ങളുണ്ട് എന്ന് വർഷങ്ങൾക്ക് മുമ്പേ റിപ്പോർട്ട് പോയിട്ടുള്ളതാണ്. അതും തലസ്ഥാനം ഉൾപ്പെടെയുള്ള ചില ഇടങ്ങളിൽ അവിടെ പോലീസിനോ മറ്റു നിയമപാലകർക്കോ കടന്നു ചെല്ലാൻ കഴിയില്ല. അവരുടെ ഒരു രാജ്യം പോലെയാണ്. ഇത്തരം നിയമപാലകർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും പുറത്തുനിന്നും ആളുകൾക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളിൽ തീവ്രവാദ ബന്ധവുമായി ബന്ധപ്പെട്ടവർ ഒളിവിൽ താമസിക്കുന്ന ഇടങ്ങളായി മാറാറുമുണ്ട്. എറണാകുളം ജില്ലയിലുണ്ട്, തിരുവനന്തപുരം ജില്ലയിലുണ്ട്. ഒരു തവണ ന്യൂസ് ഇന്ത്യ മലയാളം എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും വിശദമായ ഒരു വാർത്ത ചെയ്തിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 1 വർഷത്തിന് മുൻപ്, 1 or 2 വർഷത്തിന് മുൻപാണ് വാർത്ത ചെയ്തത്. ഇപ്പോൾ ആ സ്ഥലപ്പേരെല്ലാം ഓർക്കാത്തത് കൊണ്ടാണ് വരും ദിവസങ്ങളിൽ ആ സ്ഥലപ്പേർ ഓർത്തെടുത്ത് ആ റിപ്പോർട്ട് നമ്മൾ എടുത്തിട്ട് വീണ്ടും അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. മറ്റൊന്ന്, അനവധി കൊട്ടേഷൻ സംഘങ്ങളുണ്ട്. കൊട്ടേഷൻ എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഓർമ്മ വരുന്നത് കൈയും കാലും വെട്ടുക, പണാപഹരണം, പിടിച്ചുപറി, മാല പൊട്ടിക്കൽ, അതായത് സ്വർണ്ണക്കള്ളക്കടത്ത്, ഇതിനൊക്കെ കൂട്ടുനിൽക്കുക എന്നതാണ് നമ്മൾ പ്രത്യക്ഷമായി കരുതുന്നത്. അങ്ങനെയാണ് സ്വാഭാവികമായി എല്ലായിടത്തും കൊട്ടേഷൻ സംഘങ്ങൾ രൂപപ്പെടുന്നത്. ഇത് ശ്രീ അമിത്ഷാ തന്നെ പറഞ്ഞ വാക്കുകളാണ്. കൊട്ടേഷൻ സംഘങ്ങൾ തുടക്കത്തിൽ പിടിച്ചുപറിക്കാരായി ഒപ്പം തന്നെ കൂലിത്തല്ലുകാർ ആയിട്ടുമായിരിക്കും അവരുടെ തുടക്കം. പക്ഷെ പിന്നീട് ഇതിന്റെ ചില പ്രമുഖ നേതാക്കൾ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കണക്കുള്ള രാജ്യങ്ങളിലും മറ്റും പോയി തമ്പടിക്കുകയും അവിടെ വെച്ച് തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെടുകയും ചെയ്യും. പിന്നീട് ഈ തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി ഈ പ്രവർത്തിക്കുകയാകും രാജ്യത്തുള്ള കൊട്ടേഷൻ സംഘങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് വേണ്ടി ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾക്ക് വേണ്ട സാമഗ്രികൾ, ഇതെല്ലാം കൃത്യമായി എത്തേണ്ടിടത്ത് ഈ കൊട്ടേഷൻ സംഘം എത്തിക്കും. ഒപ്പം തന്നെ തീവ്രവാദികൾ തലയ്ക്ക് വിലയിട്ടവരെ ഈ കൊട്ടേഷൻ സംഘം സുന്ദരമായി തീർക്കും. പ്രത്യേകിച്ച് തെളിവുകളൊന്നും കിട്ടില്ല. തെളിവുകൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ പലപ്പോഴും ആ കേസ് അവസാനിക്കുന്നത് പണസംബന്ധമായ തർക്കങ്ങളോ ഇല്ലെങ്കിൽ വസ്തു സംബന്ധമായ തർക്കങ്ങളോ ഇല്ലെങ്കിൽ മുൻവൈരാഗ്യമോ ഒക്കെ കൊണ്ട് കൊലപ്പെടുത്തിയെന്നാകും. പക്ഷെ അങ്ങനെയല്ല സംഭവം. കാരണം കൊട്ടേഷൻ സംഘങ്ങളാണ് പലപ്പോഴും പോലീസിന്റെ അന്വേഷണത്തിൽ പിടിയിലാകുന്നത്. പക്ഷേ ഈ കൊട്ടേഷൻ സംഘങ്ങൾക്ക് കൊട്ടേഷൻ നൽകിയത് ആരെ എന്നുള്ള ചോദ്യത്തിലേക്ക് പോലീസ് ഒട്ടും നീങ്ങാറുമില്ല. കാരണം പലപ്പോഴും പോലീസിൽ ഒരു ചെറിയ വിഭാഗം ഇത്തരം ഗുണ്ടകളുമായി, മാഫിയകളുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. ഈ പ്രബുദ്ധ കേരളത്തിൽ പോലും അത് സർവ്വസാധാരണമായ കാഴ്ചയുമാണ്. പക്ഷേ ഈ ഒരു വിഭാഗം രാജ്യത്താകമാനം നീങ്ങുന്നത് രാജ്യ വിധ്വംസക പ്രവർത്തനത്തിനും തീവ്രവാദികളെ സഹായിക്കാനുമാണ്. അതാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നതെന്ന് മാത്രമല്ല, ഇപ്പോൾ അതിനെ തകർക്കാൻ ഒരു പ്രത്യേക ഫോഴ്സിന് കേന്ദ്രം രൂപീകരിക്കുന്നു. ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മുൻപ് NIA ഒക്കെ രൂപീകരിച്ചതുപോലെ തന്നെ പോലീസിലെയും മറ്റു സേനകളിലെയും സമർത്ഥരായ ഉദ്യോഗസ്ഥന്മാരെ പുറത്തിണക്കിക്കൊണ്ടുള്ള ഒരു ടാസ്ക് ഫോഴ്സ് പോലത്തെ ഒരു പ്രത്യേക ഡിഫൻസ് സംഘമാണ്. ഇത്തരം സംഘങ്ങൾ ഇത്തരം ഇടങ്ങളിൽ കടന്നു കയറുകയും അവിടെ നടക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണത് രൂപം കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം നാളിതുവരെ പോലീസിന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ പോലും ഉള്ളപ്പോൾ ഈ രാജ്യത്ത് അനവധി ഉണ്ടാകാം. ഒരുപക്ഷെ 100 കണക്കിനുണ്ടാകാം. അത്തരം ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലുക, അവിടെ പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ 360 ആക്രമണം കൊണ്ട് കേന്ദ്രം ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൊരു ഫോഴ്സാണ് നിലവിൽ വരുന്നത്. പക്ഷെ ഇത് പലപ്പോഴും ഇത് കടന്നു വരുമ്പോൾ ഇത് വലിയ ഒച്ചപ്പാടിനും ബഹളത്തിനും ഇടം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത് ചിലയിടങ്ങളിലൊക്കെ മതത്തിന്റെ മറവിലാണ് പലപ്പോഴും ഇത്തരത്തിൽ ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളായി മാറ്റുന്നത്. അതൊരുപക്ഷെ ആരാധനാലയങ്ങളുടെ മറവിലാകാം, ഇല്ലെങ്കിൽ മറ്റ് മതങ്ങളുടെ കേന്ദ്രങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ ചില മതങ്ങൾ കൂട്ടമായി താമസിക്കുന്നിടത്തായിരിക്കാം. പക്ഷെ ഇവരെല്ലാം അക്രമകാരികളാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇവരെ മറയാക്കിക്കൊണ്ട് ജമ്മു കാശ്മീരിൽ അടക്കം ചെയ്യുന്നത് പോലെ വിരലിലെണ്ണാവുന്ന ചില തീവ്രവാദ സംഘടനകളും ഇല്ലെങ്കിൽ അവരുടെ തലവന്മാരും ചില കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ വിഭാഗം ജനത്തിനെ തടവറയിലാക്കിക്കൊണ്ട് ഇല്ലെങ്കിൽ അവരെ മാനസികമായി തടവിലാക്കിക്കൊണ്ട് പ്രദേശം മുഴുവൻ കൈക്കലാക്കി അവരുടേതായ രീതിയിൽ മുൻപോട്ട് പോകുന്ന ഒരു പുതിയ മെത്തേഡാണിത്. ഇത് കഴിഞ്ഞ കുറേ കാലമായി തുടങ്ങിയിട്ട് പഞ്ചാബിലെ ഖാലിസ്ഥാനികളുമൊക്കെ ഇത്തരത്തിലാണ് ദില്ലിയിലും മറ്റുമൊക്കെ കലാപം നടത്തുവാനായി കൊട്ടേഷൻ സംഘങ്ങൾക്ക് കൊട്ടേഷൻ നൽകുന്നത്.
ഈ അടുത്ത കാലത്ത് പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നപ്പോഴും അതിന്റെ അന്വേഷണം യുപിയിലെ മധ്യപ്രദേശിലും കൊട്ടേഷൻ സംഘങ്ങളിലേക്ക് എത്തിയതും ഇത്തരത്തിലായിരുന്നു. ഈ കൊട്ടേഷൻ സംഘങ്ങൾക്ക് ഇത് മാത്രവുമല്ല, തീവ്രവാദികൾക്ക് പണം എത്തിക്കുന്നതിന്റെ പ്രധാന സോഴ്സ് മയക്കുമരുന്ന് കള്ളക്കടത്ത് തന്നെയാണ്. തീവ്രവാദികൾക്ക് വേണ്ടി അവർ മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കും. ആ മയക്കുമരുന്ന് വിറ്റ് കാശാക്കി തീവ്രവാദ സംഘടനകൾക്ക് എത്തിക്കുക എന്നുള്ള വലിയ ദൗത്യം കൂടി ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഈ രാജ്യത്ത് തീരേണ്ടത് അനിവാര്യമാണ്. ചുരുക്കി പറഞ്ഞു വന്നാൽ, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കൊട്ടേഷൻ സംഘം ആക്രമണങ്ങളൊക്കെ ഇനി UAPA പ്രകാരം കേസ് ചുമത്തേണ്ടതായി വരും. അതായത് വീണ്ടും ഇത് ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ ലിങ്കുകളിലേക്ക് ഇത് പോകുമെന്ന് സാരം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനം അടക്കം ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന രാഷ്ട്രീയ നേതാക്കളാണ് പലപ്പോഴും. ഈ രാഷ്ട്രീയ നേതാക്കൾ വെറുതെ ഇരിക്കില്ല, ഇരവാദം പറയാൻ സാധ്യതയുണ്ട്. മതസംഘടനകൾ വെറുതെ ഇരിക്കില്ല, ഇരവാദം പറയാൻ സാധ്യതയുണ്ട്, പ്രക്ഷോഭം നടത്താൻ സാധ്യതയുണ്ട്. കാരണം ഈ നിയമം നടപ്പിലാക്കുന്നതും ഈ ഫോഴ്സിനെ പ്രഖ്യാപിച്ചിരിക്കുന്നതും സംഘിയായ അമിത്ഷായാണ്. സ്വാഭാവികമായി തന്നെ സംഘികൾ പ്രഖ്യാപിക്കുമ്പോൾ അത് വല്ലാത്ത ഒരു പൊള്ളൽ ഉണ്ടാകും. കാരണം ഈ രാജ്യത്ത് പണ്ടേ നിലനിൽക്കേണ്ട, ഇല്ലെങ്കിൽ നടപ്പാകേണ്ട നിയമമാണ്. അതായത് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളിൽ കൊച്ചുനാട്ടിൽ പോലും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് പലർക്കും അറിയാവുന്ന കാര്യമാണ്. പല ജില്ലകളിലും താമസിക്കുന്നവർക്ക് അത് അനുഭവേദ്യമായ കാര്യമാണ്. ഓരോ ജില്ലയിലും ചെറിയ ഇടങ്ങളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇടങ്ങൾ ഏതാണ്ട് 21ഓളം പ്രധാനപ്പെട്ട ഇടങ്ങളാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ചെറിയ ചെറിയ ഇടങ്ങളുണ്ട്, ചെറിയ വാർഡുകൾ പോലും അത്തരത്തിൽ നമ്മുടെ കേരളത്തിലടക്കമുള്ള, ഇന്ത്യയിലടക്കമുണ്ട്. എല്ലായിടങ്ങളിലും ഉണ്ട്. ഇത് ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, എല്ലായിടങ്ങളിലുമുണ്ട്. പണ്ട് കാശ്മീരിൽ ഭീകരവാദം തഴച്ചു വളർന്നതും ഇതേ തരത്തിലായിരുന്നു. നമുക്കറിയാം, ലാൽ ചൗക്കിലടക്കം നമ്മൾക്ക് ഒരു ദേശീയ പതാക ഉയർത്താൻ പോലും കഴിയാത്ത വിധം അത് മാറി മറിഞ്ഞത് ഇത്തരത്തിലായിരുന്നു. അതായത് ഇത്തരം കോളനികള് അല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങൾ വളഞ്ഞെടുത്തുകൊണ്ട് അവിടെ ഒരുപിടി ആളുകൾ അവിടെയുള്ള സാധാരണ ജനങ്ങളെ മാനസിക തടവറയിലാക്കിക്കൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടത്തേക്ക് ഒരാൾ പോലും കടന്നു ചെല്ലാൻ കഴിയില്ല. പലപ്പോഴും നമ്മുടെ ഈ കേരളത്തിലൊക്കെ ചില സ്ഥലങ്ങളിൽ കടന്നു പോകുമ്പോൾ, നമ്മുടെ വാഹനം കടന്നു പോകുമ്പോൾ ഇരുവശത്തു നിന്നും അത് സാഹൂതം വീക്ഷിക്കുന്നതും നമ്മളുടെ വാഹനം കൈ കാണിച്ച് നിർത്തി എങ്ങോട്ടാണ് പോകുന്നതെന്നും ആരാണെന്നും ചോദിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ രാജ്യത്തെ ഒരു പൗരന് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിന് നമ്മൾ കടന്നു പോകുന്ന വഴിയിലെ ഓരോരുത്തർക്കും ഉത്തരം നൽകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മണിപ്പൂരും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും കുക്കികളും മറ്റുള്ള സംഘടനകളും ഇത്തരത്തിൽ ടോൾ പ്ലാസകൾ കെട്ടിയിരുന്നു, ടോളുകൾ പിരിച്ചിരുന്നു. ആ ടോൾ പ്ലാസകളും ബൂത്തുകളും ഒക്കെ ഇന്ന് ഓർമ്മകളായി. അതെല്ലാം സൈന്യം ഇടിച്ചു നിരത്തിയിരുന്നു. പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അത്തരം ചില ഇടങ്ങളുണ്ട്. പക്ഷെ അത് പരിശോധിക്കാനുള്ള അവകാശമുള്ള ചിലർ ഉണ്ട്. ചില ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള അവകാശം നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നു. പക്ഷെ ഇവിടെ പരിശോധിക്കുന്ന അത്തരം നിയമപാലകരല്ല, ഇല്ലെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥരല്ല. പകരം അവിടെയുള്ള ജനങ്ങൾ, ഇല്ലെങ്കിൽ ആ ജനങ്ങളുടെ വക്താക്കളായി നിൽക്കുന്നവർ, അവരാണ് നമ്മളുടെ ഐഡന്റിറ്റി പരിശോധിക്കാനായി മുൻപോട്ട് വരുന്നത്. സാധാരണ ജനത്തിന് ഐഡന്റിറ്റി പരിശോധിക്കാൻ ഐഡന്റിറ്റി കൊടുക്കേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല. കാരണം ആ ചോദിക്കുന്ന വ്യക്തിക്കുള്ള അവകാശം തന്നെയാണ് നമുക്കും ഇവിടെ നിലവിലുള്ളത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഇടങ്ങളുണ്ട്. അത്തരം ഇടങ്ങളിൽ ഇടിച്ചു നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് പുതിയ ഈ ടാസ്ക് ഫോഴ്സിനെ ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ 2026 ജനുവരിയോടുകൂടി ഇതിന്റെ പ്രഖ്യാപനം കേന്ദ്രം നടത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങൾ പലതും ഭീകരവാദ സംഘടനകൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണെന്ന് ചുരുക്കം. മയക്കുമരുന്ന് കച്ചവടം ചെയ്ത് അവർക്ക് പണം എത്തിച്ചു നൽകുന്നു. ഒപ്പം തന്നെ ചെറുതും വലുതുമായ ആയുധങ്ങൾ പല രൂപത്തിൽ ഇവിടെ എത്തിക്കുന്നു. അവർക്ക് വേണ്ടി പണം സമ്പാദിക്കാൻ സ്വർണം ഈ നാട്ടിൽ എത്തിക്കുന്നു. അത് ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളിലൂടെ കടത്തി ഇവിടെ എത്തിക്കുന്നു. ആ സ്വർണം വിറ്റ് കിട്ടുന്നതിൽ ഒരു വലിയ പങ്ക് ഇത്തരം തീവ്രവാദ സംഘടനകളിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ സ്വർണ്ണക്കടത്ത് വളരെ കുറഞ്ഞിരിക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ശക്തമായി തന്നെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇതിന്റെ തലകൾ പലരും ഉരുളും എന്ന നിലയിലേക്ക് വന്നു. ഈ തലകൾ എന്ന് പറയുന്നത് ചെറിയ കക്ഷികളല്ല. കാരണം ഇത് രാഷ്ട്രീയ മാഫിയ കൂട്ടുകെട്ടിന്റെ നമ്മളുടെ മുൻപിലുള്ള ചില ബിംബങ്ങൾ തന്നെ ഉടഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ളൊരു വലിയ പ്രഖ്യാപനം വന്നു. ഏതായാലും മലയാള മാധ്യമങ്ങളൊന്നും ഇത് വലിയ വാർത്തയായി ചെയ്തു കണ്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ ദേശീയ വാർത്തകൾ എത്തിക്കുന്ന എന്ന ഒരു ചാനൽ എന്ന നിലയിൽ ഞങ്ങൾ ഇത് എത്തിക്കുന്നു എന്ന് മാത്രമാണ്. ഇത് തന്നെയാണ് ന്യൂസ് നമ്മൾ പോയിന്റ്. നന്ദി, നമസ്കാരം.